സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ, ദുഃഖത്തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ, നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവകരുണയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം, നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കർത്താവിൻ്റെ കരുണ വർഷിക്കപ്പെടുവാൻ ദൈവത്തോട് നമ്മൾ നിലവിളിച്ചപേക്ഷിക്കുന്ന സമയമാണ്. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലായിരിക്കുവാനും നമ്മുടെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാനും ഈ സമയം നമ്മെ ഒരുമിച്ച് കൂട്ടിയതിന് നമ്മോടൊപ്പം ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് കർത്താവിനെ അല്പസമയം നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ മഹനീയ നാമം ഉയർത്തി കർത്താവെ ആ നാമത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മേൽ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുവാൻ, നമ്മുടെ കുടുംബത്തിൽ വന്ന് നിറയുവാൻ, ഈ ലോകം മുഴുവനിലും വന്ന് നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സ്വസ്ഥാനങ്ങളിരിക്കാം. അല്പസമയം ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവകരുണയെ നമ്മൾ ധ്യാനിക്കുന്നു. ആ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമ്മൾ യോഗ്യരാകുവാൻ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വേണമെങ്കിൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ട രണ്ട് കാര്യങ്ങളായിട്ട് ഈ രണ്ട് കാര്യങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ കരുണ ആഗ്രഹിക്കുന്നവർ ഈ രണ്ട് കാര്യങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ സ്ഥാനം കൊടുക്കണം. ഒന്നാമത്തെ കാര്യമാണ് ദാസമനോഭാവം, ആറ്റിറ്റ്യൂഡ് ഓഫ് എ സെർവൻറ്റ്. ദാസമനോഭാവം. ഈ മനോഭാവം ദൈവകരുണയ്ക്ക് നമ്മെ ഒരുക്കുന്ന വലിയൊരു കാര്യമാണ്. രണ്ടാമത്തെ ഒന്നാണ്, ഇതുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമുള്ളതാണ് എളിമ. എളിയവരിലേക്കാണ് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കരുണയും വർഷിക്കപ്പെടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. രണ്ട് വചനങ്ങൾ എടുക്കുമ്പോൾ ഈ കാര്യം മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ഒന്ന്, സങ്കീർത്തനം 135:14. സങ്കീർത്തനം 135:14 നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവ് തൻ്റെ ദാസരോട് കാരുണ്യം കാണിക്കും. ദൈവത്തിൻ്റെ കരുണ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും നമ്മൾ ഈ ദാസമനോഭാവത്തിൽ ജീവിക്കുന്നെങ്കിൽ. ദാസമനോഭാവത്തിൽ ദൈവത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ഈ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് വർഷിച്ചിരിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തകൻ ഇത്ര ബോധ്യത്തോടെ പറയുന്നത് തൻ്റെ ദാസരുടെ മേലാണ് ദൈവം തൻ്റെ കരുണ വർഷിക്കുന്നത് എന്ന്. രണ്ടാമതൊരു വചനം പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനം. പ്രഭാഷകൻ 3:18 നമ്മൾ വായിക്കുന്നുണ്ട്, നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കരുണയും ഒക്കെ പ്രാപിക്കാൻ നമ്മെ യോഗ്യരാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വിനയം. ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടുക, വിനയമുള്ളവരാകുക. നമുക്ക് കാണാൻ സാധിക്കും, ഈ വിനയപൂർവ്വം നമ്മൾ ജീവിക്കുമ്പോൾ, വിനയത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് വളരെ വലുതാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലൂക്കാ സുവിശേഷകൻ
വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 14:11 18:14 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, എന്നാൽ താഴ്ത്തുന്നവൻ ദൈവത്താൽ ഉയർത്തപ്പെടും. ദൈവം നമ്മെ ഉയർത്തണമെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ദൈവത്തിന് മുമ്പിൽ എളിമയുള്ളവരാവുക, ദൈവത്തിന് മുമ്പിൽ ദാസ മനോഭാവത്തോടെ പ്രാർത്ഥിക്കുകയും വ്യാപരിക്കുകയും ചെയ്യുക. ദാസമനോഭാവത്തിൽ ജീവിക്കുന്ന വിശ്വസ്ത ദാസരായിട്ടുള്ള വ്യക്തികൾക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. അവരുടെ പ്രതിഫലം വളരെ വളരെ വലുതായിരിക്കും എന്നുള്ളത് വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 18:25 വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിശ്വസ്തരോട് കർത്താവ് വിശ്വസ്തത പുലർത്തും. ദാസമനോഭാവത്തോടെ ദൈവത്തിന് മുമ്പിൽ ജീവിക്കുന്നവരെ ദൈവം അനുഗ്രഹിച്ചുയർത്തും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാവുന്ന കാര്യമാണ്. നമ്മൾ വിശ്വസ്തരായിട്ട് നമ്മൾ ജീവിക്കുക, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നവരായിട്ട് നമ്മൾ മാറുക, ദാസമനോഭാവത്തോടെ നമ്മൾ ജീവിക്കുക, ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് വലിയ സ്ഥാനം നൽകുന്ന കാര്യമാണ്. 1 സാമുവേൽ 2-ാം അധ്യായം 30-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിക്കപ്പെടും. വിശ്വസ്ത ദാസമനോഭാവമുള്ള വ്യക്തികളാണെങ്കിൽ അവരുടെ മേൽ ദൈവം വർഷിക്കുന്ന അനുഗ്രഹം അവരെ ദൈവം ആദരിക്കും, അതിൻ്റേതായിട്ടുള്ള സൽഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. സങ്കീർത്തനം 91 4-ാമത്തെ വചനം നമ്മൾ കൂടെ അനുദിനം നമ്മൾ വായിക്കാറുള്ള ഒരു സങ്കീർത്തനമാണ് 91-ാമത്തെ സങ്കീർത്തനം. ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്കും നമ്മുടെ കുടുംബത്തിനും ലോകം മുഴുവനും കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുള്ള ഒരു സങ്കീർത്തനമാണ് 91-ാമത്തെ സങ്കീർത്തനം. അതിൻ്റെ 4-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, വിശ്വസ്തതയും കവചവും നിനക്ക് പരിചയമായി മാറും. വിശ്വസ്തതയും കവചവും, ദൈവത്തിൻ്റെ വിശ്വസ്തത, അതുപോലെ മനുഷ്യന് ദൈവത്തോടുള്ള വിശ്വസ്തത, ഇക്കാര്യങ്ങൾ ഒരു പരിചയ പോലെ കവചം പോലെ നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കും എന്നുള്ളത് ദൈവം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നമുക്കിനി ഏതാനും കാര്യങ്ങൾ നമുക്ക് എളിമയുള്ളവരാകാൻ സാധിച്ചാൽ, ദാസമനോഭാവത്തോടൊപ്പം എളിമയോടെ നമ്മൾ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ചില നേട്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. 1-ാമത്തെ കാര്യം നമ്മൾ കാണുന്നുണ്ട്, വിശുദ്ധരെ സൂചിപ്പിച്ച ഒരു കാര്യം, പ്രത്യേകിച്ച് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എളിമ സാത്താനെ വിരട്ടി ഓടിക്കുന്ന കാര്യമാണ്. ഈ പുണ്യം എന്ന് പറയുന്നത് സാത്താനെ വിരട്ടി ഓടിക്കാൻ ശക്തിയുള്ളതാണ്. പറയുന്നുണ്ട്, എളിമയിൽ നമ്മൾ വ്യാപരിക്കുകയും എളിമയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ സാത്താന് പിന്നെ നമ്മുടെ മേൽ അധികാരമോ അവകാശമോ ഉണ്ടാകില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ദൈവകരുണ ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ് എളിമ. അഹങ്കാരം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് നമ്മെ വളരെയേറെ ദൂരെ അകറ്റുന്ന കാര്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്താൻ നമ്മെ സഹായിക്കുന്നതാണ് എളിമ. നമ്മൾ കാണുന്നുണ്ട്, വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ എളിമപ്പെട്ടാൽ കർത്താവ് നമ്മിൽ നിന്ന് നമുക്ക് അർഹമായ ശിക്ഷ പോലും എടുത്തു മാറ്റും എന്നുള്ളത് കർത്താവ് വചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അതിപ്പോൾ 1-ാം കൽപ്പനയുടെ ലംഘനം വന്നിട്ടുണ്ടെങ്കിൽ പോലും എളിമപ്പെട്ട് പ്രാർത്ഥിച്ചാൽ അതിന് പരിഹാരമുണ്ട് എന്നുള്ളത് ദൈവവചനം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ കാണുന്നുണ്ട്, ലൂക്കായുടെ സുവിശേഷം, അതിൻ്റെ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 36 മുതൽ വായിക്കുമ്പോൾ ഒരു പാപിനിയായ സ്ത്രീ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന് എളിമയോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന രംഗം. അവൻ്റെ പാദങ്ങൾ അവളുടെ കണ്ണുനീര് കൊണ്ട് കഴുകി മുടി കൊണ്ട് ആ പാദങ്ങൾ തുടച്ചു സുഗന്ധ തൈലം പൂശുന്ന ആ ഒരു രംഗം ഇവിടെ നമ്മൾ കാണുകയാണ്. ദൈവം അവളോട് കാണിച്ചത് അളവറ്റ സ്നേഹമാണ്. ഇത്രയും ഒന്ന്
എളിമപ്പെടാൻ ആ സ്ത്രീ തയ്യാറായപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ വാത്സല്യം അവളിലേക്ക് ഒഴുകി വരുന്നത് കാണാൻ പറ്റും. 1 രാജാക്കന്മാർ 21-ാം അധ്യായം 27-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആഹാബ് രാജാവിനെതിരെ ഉയർന്ന ക്രോധം, ദൈവത്തിൻ്റെ ക്രോധം, അതെല്ലാം ശമിക്കുന്നത് കാണാൻ പറ്റും. കാരണം ആഹാബ് ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെട്ടു. എളിമപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് അവൻ രാജകീയ വസ്ത്രം മാറ്റി, ചാരം വാരി ശരീരത്തിട്ടു, അങ്ങനെ ഉപവസിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതെല്ലാം കൂടെ ചേർത്താണ് ദൈവം പറഞ്ഞത്, ആഹാബ് എൻ്റെ മുമ്പിൽ എളിമപ്പെട്ടത് കണ്ടില്ലേ, അതുകൊണ്ട് അവൻ്റെ മേൽ അയക്കാനിരുന്ന ശിക്ഷ ഞാൻ മാറ്റിവിടുന്നു. അപ്പം അതുകൊണ്ട് ഈശോയുടെ മുമ്പിൽ എളിമപ്പെട്ടാൽ, ദാസമനോഭാവത്തോടെ കർത്താവിലേക്ക് തിരിഞ്ഞാൽ പ്രതിഫലം വളരെ വലുതായിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. പ്രഭാഷകൻ 35 21-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തും. എളിമപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന വളരെ മൂർച്ചയുള്ള പ്രാർത്ഥനയായിട്ട് മാറും എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നത് ലൂക്കായുടെ സുവിശേഷം 1:48 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ദൈവാനുഗ്രഹം സമൃദ്ധമായിട്ട് നമ്മുടെ മേൽ വരുന്നത് നമ്മൾ ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടുമ്പോഴാണ്, ദാസമനോഭാവത്തോടെ കർത്താവിൻ്റെ പക്കലേക്ക് തിരിയുമ്പോഴാണ്. ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയിൽ വിശ്വാസം അർപ്പിച്ച് ആ കരുണ ലഭിക്കാനുള്ള മാർഗങ്ങൾ തിരിച്ചറിഞ്ഞ് അതിലേക്ക് വരുമ്പോൾ ഈ കരുണ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിക്കാവുന്നതാണ്. നമ്മളിലൂടെ നമ്മളെ ഉപകരണങ്ങളാക്കിക്കൊണ്ട് കർത്താവ് ആ കരുണ നമ്മുടെ കുടുംബത്തിലേക്കും ലോകം മുഴുവനിലേക്കും വർഷിക്കും. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി ആൾത്താരയിൽ സമർപ്പിക്കാം. ഇവിടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരെ സമർപ്പിക്കാം. നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിക്കാം. ഇപ്പോഴത്തെ നമ്മുടെ വരൾച്ചയ്ക്ക് ഒരു അറുതി വരുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ആവശ്യത്തിന് വെള്ളം തന്ന്, മഴ തന്ന് നമ്മെ അനുഗ്രഹിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെയും വ്യക്തിപരമായ നമ്മുടെ ആവശ്യങ്ങളെയും എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ഏറ്റെടുക്കണമേ. കർത്താവെ സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് കരമുയർത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.